ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണോ? ഇന്ന് വീക്കെൻഡൊക്കെ ആയിട്ട് എല്ലാവർക്കും എന്താണ് പരിപാടീസ്? ഞാൻ ദേ രാവിലെ തന്നെ കിച്ചണിൽ കുറച്ച് റീസ്റ്റോക്കിംഗ് പരിപാടികൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് ഈ റീസ്റ്റോക്ക് ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, ഫില്ല് ചെയ്യുക, അറേഞ്ച് ചെയ്യുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ വളരെ ഹാപ്പിയാണ് ഇതൊക്കെ ചെയ്യാനായിട്ട്. മിക്കവാറും ഞാൻ അടുക്കളയിൽ യൂസ് ചെയ്യുന്ന ഐറ്റംസ് ഒക്കെ ചെറുതായിരിക്കും. പിന്നെ കണ്ടെയ്നേഴ്സൊക്കെ ഒരു 500 ഗ്രാംസിൻ്റെ ഒക്കെ ആയിരിക്കും കൂടുതൽ ഞാൻ എടുക്കുക. കാരണം എനിക്കത് എടുക്കാൻ എളുപ്പത്തിനും യൂസ് ചെയ്യാനും പിടിക്കാനൊക്കെ എളുപ്പത്തിനാണ്. പിന്നെ പോരാത്തതിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റീസ്റ്റോക്ക് ചെയ്യുമ്പോഴും ഫില്ല് ചെയ്യുമ്പോഴും എനിക്ക് വളരെ സാറ്റിസ്ഫാക്ഷൻ കിട്ടാറുണ്ട്. സോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ കുഞ്ഞിതൊക്കെ സെലക്ട് ചെയ്തത്. പിന്നെ ഞങ്ങൾ രണ്ടാളും അല്ലേ ഉള്ളൂ, അപ്പോൾ അതൊക്കെ തന്നെ ധാരാളം മതി. ഇന്നിവിടെ മോർണിംഗിലെ വെതർ നല്ല അടിപൊളി ഒരു വെതറായിട്ടാണ് എനിക്ക് തോന്നിയത്. നല്ല തണുത്ത കാറ്റും പിന്നെ കിളികളുടെ സൗണ്ടൊക്കെ ആയിട്ട് മൊത്തത്തിൽ നല്ലൊരു റൊമാൻറ്റിക് വെതറായിരുന്നു. ഞാൻ കുറേ നേരം പുറത്തൊക്കെ പോയി നിന്നായിരുന്നു ഇന്ന് മോർണിംഗ്. ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം. കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു മിന്റ് ലീവ്സ് ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചത്. അതിന് ഇപ്പോഴും ഒരു കുഴപ്പമില്ല കേട്ടോ. പക്ഷേ അത് ആ മല്ലിയിലയുടെ കാര്യത്തിൽ ഞാൻ എപ്പോഴും പാളിപ്പോവാറുണ്ട്. എങ്ങനെയൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചാലും ഒരു 3rd ഡേ ആകുമ്പോഴേക്കും അതങ്ങ് ചീച്ചിൽ വന്നു തുടങ്ങും. അപ്പോൾ ഞാൻ യൂട്യൂബിലൊക്കെ തപ്പി നോക്കിയപ്പോൾ കണ്ടതാണ് ഈ ഒരു മെത്തേഡ്. ആക്ച്വലി ഇത് മുളപ്പിക്കാനും പുതിയ മുള വരാനൊക്കെയാണ് ഇങ്ങനെ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത് കണ്ടത്. എന്നാലും അതിൻ്റെ ആ ഒരു പച്ച കളർ തണ്ട് വെള്ളത്തിൽ മുട്ടി നിൽക്കാതെ വേര് മാത്രം വെള്ളത്തിലേക്ക് ഇറക്കി വെക്കുമ്പോൾ അധികം ചീച്ചിലൊന്നും വരാതെ അങ്ങനെ നിൽക്കൂ എന്നാണ് എൻ്റെ വിശ്വാസം. 2 ഡേയ്സ് കൂടുമ്പോൾ വെള്ളം മാറ്റി കൊടുത്ത് നോക്കണം. എന്തായാലും സക്സസ് ആയാൽ ഞാൻ ഒരു ദിവസം വീഡിയോയിൽ ഷെയർ ചെയ്യാം കേട്ടോ. 1 വീക്കിൽ കൂടുതൽ എനിക്ക് മല്ലിയില ഇരിക്കേണ്ട ആവശ്യമില്ല, അതിനുള്ളിൽ എൻ്റെ തീരും. പിന്നെ 1 വീക്ക് കഴിയുമ്പോഴാണ് നെക്സ്റ്റ് മാർക്കറ്റിൽ പോയി റീപർച്ചേസിംഗ് ഒക്കെ ഉണ്ടാവുക. അതുകൊണ്ട് എനിക്ക് 1 വീക്കിലേക്കുള്ള സ്റ്റോറേജ് മതിയാവും. അപ്പോൾ ഈ പരീക്ഷണം എന്തായാലും വിജയകരമാവുമെന്നാണ് എൻ്റെ ഒരു തോന്നല്. അങ്ങനെ ഒരുവിധം റീസ്റ്റോക്കിംഗ് പരിപാടികളൊക്കെ അവസാനിച്ചു. പിന്നെ ഗോതമ്പും അരിയൊക്കെ ഇനി വാങ്ങിയിട്ട് വേണം. അപ്പോൾ വീക്കെൻഡായിട്ട് നിങ്ങളുടെ പ്ലാൻസ് ഒക്കെ എന്താണ്? സമ്മർ വെക്കേഷനൊക്കെ അടിച്ചു പൊളിക്കുക എല്ലാവരും. അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ.